മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത അത് തിരുവനന്തപുരത്ത് വരുന്നു. തിരുവനന്തപുരം പാപ്പനംകോട് വൻ തീപിടുത്തമുണ്ടായി. അവിടെ 2 മരണം സംഭവിച്ചു എന്നുള്ളതാണ്. ന്യൂ ഇന്ത്യ ഇൻഷുറൻസ് ഓഫീസിലാണ് തീപിടുത്തമുണ്ടായത്. മരിച്ച 2 പേരും സ്ത്രീകളാണ്. ഫയർഫോഴ്സ് എത്തി തീ അണച്ചു. പാപ്പനംകോട് ന്യൂ ഇന്ത്യ ഇൻഷുറൻസ് ഓഫീസിലുണ്ടായ തീപിടുത്തത്തിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. ഒരുപക്ഷെ മുകളിലത്തെ നിലയിലുണ്ടായ തീപിടുത്തമാണ്. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെത്തി അവിടുത്തെ തീപിടുത്ത സാഹചര്യങ്ങളൊക്കെ ഇല്ലാതാക്കുന്നു. പക്ഷേ 2 പേരുടെ ജീവൻ നഷ്ടമാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ് ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന കാര്യം. പാപ്പനംകോടുണ്ടായ തീപിടുത്തത്തിൽ 2 മരണം സംഭവിച്ചു. 2 സ്ത്രീകൾക്ക് ജീവൻ നഷ്ടമായി എന്നുള്ളതാണ് വിവരം. തീ അണയ്ക്കാൻ സാധിച്ചു എന്നുള്ളത് ആശ്വാസകരമാണ്. തീപിടുത്തത്തിൽ 2 മരണം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. ന്യൂ ഇന്ത്യ ഇൻഷുറൻസ് കമ്പനിയുടെ ഓഫീസിൽ, പാപ്പനംകോട് ഓഫീസിലാണ് തീപിടുത്തം. അവിടെ 2 പേർക്ക് മരണം സംഭവിച്ചു. 2 പേരും സ്ത്രീകൾ. തിരുവനന്തപുരത്ത് പാപ്പനംകോടിലാണ് ഈ ദാരുണമായിട്ടുള്ള സംഭവം. രാഷ്ട്രീയമായിട്ടുള്ള വാർത്തകളിൽ നിൽക്കുന്നതിനിടയിലാണ് ഇത്തരത്തിൽ ഒരു പ്രധാനപ്പെട്ട വാർത്ത, തീപിടുത്തത്തിന്റെ രൂപത്തിൽ 2 മരണം സംഭവിച്ച വാർത്ത എത്തുന്നത്. 2 പേരുടെ മരണം സംഭവിച്ചു. ന്യൂ ഇന്ത്യ ഇൻഷുറൻസ് ഓഫീസിൽ 2 സ്ത്രീകൾക്ക് മരണം സംഭവിക്കുന്ന ദയനീയമായിട്ടുള്ള സാഹചര്യം. മുകളിലത്തെ നില, 2 നിലയുള്ള ബിൽഡിങ്ങിൻ്റെ മുകളിലത്തെ നിലയിലായിരുന്നു ന്യൂ ഇന്ത്യ ഇൻഷുറൻസിൻ്റെ ഈ ഓഫീസ് പ്രവർത്തിച്ചിരുന്നത്. ഒരുപക്ഷെ ആ തീപിടുത്തം, പെട്ടെന്നുണ്ടായ തീപിടുത്തത്തിൽ പുറത്തേക്ക് കടക്കാൻ കഴിയാതെ പോയതാകാം ആ മരണത്തിന് കാരണമെന്ന് അനുമാനിക്കാം. പക്ഷേ അതിനും അപ്പുറത്തേക്ക് എന്താണ് സംഭവിച്ചതെന്ന് ഫയർഫോഴ്സ് ഉൾപ്പെടെയുള്ളവർ വിശദീകരിക്കും. 2 പേരുടെ മരണം സംഭവിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരാൾ ആ ജീവനക്കാരിയാണ് എന്നുള്ള വിവരം കൂടി പറയുന്നു. വിനോദ് വിവരങ്ങളുമായി. വിനോദ്, അതിദാരുണമാണ് 2 പേരുടെ മരണം സംഭവിക്കുന്ന തരത്തിലുള്ള തീപിടുത്തം, അതും ഒരു ഓഫീസിൽ. എങ്ങനെയാണ് സംഭവിച്ചത് എന്നുള്ളതാണ് ആദ്യ വിവരം. ഇതൊരു ടയർ കടയാണ്. ഈ ടയർ കടയിലാണ് തീപിടുത്തം ഉണ്ടായത്. പാപ്പനംകോടാണ്. എന്താണ് തീപിടുത്തത്തിനുള്ള കാരണമെന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഷോർട്ട് സർക്യൂട്ടോ ആ തരത്തിലുള്ള എന്തെങ്കിലും സംഭവമാണ്. ടയർ കടയാണോ ഇത്? ടയർ കട എന്ന വിവരമാണ്. ടയർ കടയിലാണ് തീപിടുത്തം ഉണ്ടായത്. 2 പേരുടെ മരണം ഉണ്ടായി എന്ന് ഫയർഫോഴ്സുമായി ബന്ധപ്പെടുമ്പോൾ മനസ്സിലാകുന്നു. ആളുകൾ കുടുങ്ങിക്കിടപ്പുണ്ടോ എന്ന സംശയമുണ്ട്. ഈ തീയോടൊപ്പം തന്നെ ശക്തമായ പുക ഉണ്ടായി. ഈ പുക ശ്വസിച്ചതായിരിക്കാം മരണകാരണമെന്നും കരുതുന്നുണ്ട്. ഏതായാലും കൂടുതൽ വിവരങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. ടയർ കടയിലാണ് തീപിടുത്തം ഉണ്ടായത്. 2 മരണം. ഇതിൽ ഒരാൾ സ്ത്രീയാണ്. ഈ കടയിൽ തന്നെ ജീവനക്കാരിയാണ് മരിച്ചത്. മറ്റൊരാൾ ഈ സ്ഥാപനത്തിലേക്ക് വന്ന ആളാണ്. കൂടുതൽ ആളുകൾ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കുന്നു. ഇവിടെ നിന്ന് ഇനി പൂർണ്ണമായും തീ കെടുത്തി ഈ പുക ഒഴിവാക്കിയ ശേഷം തിരച്ചിൽ എന്ന നിലയിലേക്കാണ് അഗ്നിശമന സേനയുടെ ഉദ്യോഗസ്ഥർ ഉള്ളിൽ പ്രവേശിച്ചിട്ടുണ്ട്. എങ്കിൽ തന്നെയും കടുത്ത പുക ഇതിൽ നിന്ന് ഉയർന്ന് വരുന്ന ഒരു സാഹചര്യമുണ്ട്. ഏതായിരുന്നാലും കൂടുതൽ ആളുകൾ കുടുങ്ങിക്കിടപ്പുണ്ടോ ആ ഒരു സംശയമാണ്. കൂടുതൽ ആളുകൾ ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് സമീപത്തെ കടക്കാരിൽ നിന്ന് പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാലും 2 പേരുടെ മരണം അതാണിപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത്. എന്തോ പാപ്പനംകോടാണ് സംഭവം. വിനോദ്, എന്താണെങ്കിലും തീപിടുത്തം നടന്നത് മുകളിലത്തെ നിലയിലാണ്. ആ മുകളിലത്തെ നിലയിലുണ്ടായ തീപിടുത്തത്തിലാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. അവിടെ ഫയർഫോഴ്സിന്റെ രക്ഷാപ്രവർത്തന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു പക്ഷേ വിനോദ് സൂചിപ്പിച്ച പോലെ ടയർ കട സമീപത്തുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ അപ്പോഴും മുകളിലത്തെ നിലയിലുള്ള ആ ബിൽഡിങ്ങിൽ, മുകളിലത്തെ നിലയിലുള്ള മുറിയിലാണ് അത്. റിപ്പോർട്ടുകൾ അത്തരത്തിലും വരുന്നു. ഇൻഷുറൻസ് കടയാണ്, ഇൻഷുറൻസ് ഓഫീസാണ് എന്നുള്ളത്. എന്താണെങ്കിലും അതിലൊരു വ്യക്തത നമുക്ക് ഉടൻ തന്നെ പ്രതീക്ഷിക്കാം. ഫയർഫോഴ്സ് എത്തി തീ അണച്ചു. പക്ഷേ 2 പേരുടെ ജീവൻ നഷ്ടമായി എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന കാര്യം പുറത്തേക്ക് വരുന്നു. പാപ്പനംകോട്, അത് വിനോദ്, ഈ പാപ്പനംകോട് ജംഗ്ഷനിൽ തന്നെയാണോ എന്ന് തോന്നുന്നു. ദൃശ്യങ്ങൾ കണ്ടിട്ട് ടൗണിൽ തന്നെയാണെന്ന് തോന്നുന്നല്ലോ. ജംഗ്ഷനിൽ തന്നെയാണ് ഈ സ്ഥാപനമുള്ളത്. ഇതിനുള്ളിൽ കൂടുതൽ ആളുകൾ ഉണ്ടായിരുന്നു എന്ന് സംശയമുണ്ട്. ഒരു വനിതാ ജീവനക്കാരി ഉണ്ടായിരുന്നു. അവിടെ എത്തിയ ഒരാളും ഉണ്ടായിരുന്നു. ഇവരുടെ മരണമാണ് സ്ഥിരീകരിക്കുന്നത്. അതോടൊപ്പം തന്നെ കൂടുതൽ ആളുകൾ ഉണ്ടായിരുന്നു എന്ന വിവരം. ഈ പുക വലിയ തോതിൽ ഉയർന്നു. അത് തന്നെയാണ് ഈ അപകടത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുന്നതും. വലിയ തോതിൽ പുക ഉയർന്നു. തീപിടുത്തത്തോടൊപ്പം തന്നെ കടുത്ത പുകയും ഈ കെട്ടിടത്തിൽ നിന്ന് ഉയരുന്ന സാഹചര്യം ഉണ്ടായി. ഷോർട്ട് സർക്യൂട്ടാണ് ഈ അപകടത്തിന് കാരണമെന്നാണ് പ്രാഥമികമായി കരുതുന്നത്. പക്ഷേ ഇതേക്കുറിച്ച് കൂടുതൽ പരിശോധിക്കേണ്ടതുണ്ട്. പകൽ സമയത്താണ് ഇത്തരമൊരു തീപിടുത്തം ഉണ്ടായത്. എന്തുകൊണ്ടാണ് കടയിൽ ഉണ്ടായിരുന്നവർക്ക് പുറത്തേക്ക് രക്ഷപ്പെടാൻ കഴിയാത്ത സാഹചര്യം, അത്ര പെട്ടെന്ന് തീപിടിക്കാനുണ്ടായ സാഹചര്യം എന്താണ്? ഇതെല്ലാം തന്നെ
ഇനി പരിശോധനയിലൂടെ വ്യക്തമാകേണ്ടതുണ്ടല്ലോ. വിനോദ്, ഒരു അപ്ഡേഷൻ വരുന്നു. മരിച്ചതിൽ ഒരാൾ ജീവനക്കാരിയാണ്. വൈഷ്ണ, 34 വയസ്സുള്ള വൈഷ്ണയാണ് മരിച്ചത് എന്ന് വി അരുൺ റിപ്പോർട്ട് ചെയ്യുന്നു. പാപ്പനംകോട് തീപിടുത്തത്തിലുണ്ടായ അപകടത്തിൽ 2 മരണമാണ്. അതിലൊന്ന് ജീവനക്കാരിയാണ് എന്ന് വ്യക്തമാകുന്നു. 34 വയസ്സുള്ള വൈഷ്ണ എന്ന യുവതിയുടെ ജീവനാണ് നഷ്ടമായത് ആ തീപിടുത്തത്തിൽ. അത് വിഷപ്പുക ശ്വസിച്ചാണോ തീപിടുത്തത്തിലാണോ മരണം സംഭവിച്ചത് എന്നുള്ളതിലൊക്കെ വ്യക്തത വരേണ്ടതുണ്ട്. മറ്റൊരു മരണം കൂടിയുണ്ട്. അത് ആരാണ് എന്ന് ഇതുവരെയും വ്യക്തമായിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മരിച്ചതിൽ ഒരാൾ ജീവനക്കാരി എന്നുള്ള വിവരം വരുന്നു. വൈഷ്ണ എന്നു പേരുള്ള 34 വയസ്സുള്ള യുവതിയാണ് ഈ അപകടത്തിൽ, ഈ ദുരന്തത്തിൽ മരിച്ചത്. എന്തായാലും ഫയർഫോഴ്സ് എത്തി അവിടെ തീയണയ്ക്കുന്നു. പാപ്പനംകോട് ടൗണിൽ തന്നെയാണ് ഈ കട എന്നുള്ളത് നമുക്ക് വ്യക്തമാവുകയും ചെയ്യുന്നുണ്ട്. പാപ്പനംകോട് ജംഗ്ഷനിൽ തന്നെയുള്ള കടയിൽ തീപിടുത്തമുണ്ടായി. അതൊരു ഓഫീസാണ് എന്ന് വിശ്വസിക്കുന്നു. അവിടെ ജീവനക്കാരിയായിരുന്ന വൈഷ്ണയ്ക്ക് ജീവനഷ്ടമായി. ഒപ്പം അവിടെ എത്തിയ മറ്റൊരു വനിതയ്ക്കും മറ്റൊരു സ്ത്രീക്കും ഇത്തരത്തിൽ ജീവനഷ്ടമാകുന്ന സാഹചര്യമുണ്ട് എന്നാണ് ലഭ്യമാകുന്ന വിവരം. അങ്ങേയറ്റം ഞെട്ടിപ്പിക്കുന്നതാണ്, അങ്ങേയറ്റം ദുഃഖം നൽകുന്ന ഒരു കാര്യമാണ്. നമ്മുടെ നഗരത്തിലാണ്, എന്നിട്ടും നമുക്ക് 2 പേരുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായിട്ടുള്ള കാര്യം. വിനോദ്, ഈ പാപ്പനംകോട് നിന്ന് ഒരുപാട് ദൂരത്തിലാണോ ഫയർഫോഴ്സ് യൂണിറ്റ് ഉള്ളത്? എന്തോ ടൗൺ അഗ്നിശമന സേനയുടെ അംഗങ്ങൾക്ക് വളരെ വേഗം എത്താൻ കഴിഞ്ഞു. പക്ഷെ ഈ വേഗത്തിലുള്ള തീപിടുത്തം, രാത്രി സമയമല്ല, അല്ലെങ്കിൽ ആളൊഴിഞ്ഞ പ്രദേശമല്ല, അതുകൊണ്ട് തന്നെ എന്തുകൊണ്ടാണ് ഇത്ര വേഗം തീ പടർന്നത്, അങ്ങനെ ഒരു അപകടം സംഭവിച്ചത്, ആ കാര്യത്തിൽ വിശദമായ പരിശോധന നടത്തേണ്ടതുണ്ട്. 2 പേരുടെ മരണമാണ് സ്ഥിരീകരിക്കുന്നത്. ഈ ഷോർട്ട് സർക്യൂട്ട് ആണോ എന്നത് പരിശോധിക്കേണ്ടതുണ്ട്. ഇനി അതല്ല മറ്റേതെങ്കിലും തരത്തിലുള്ള അപായമാണോ, ഇക്കാര്യങ്ങളെല്ലാം തന്നെ ഇനി വെളിപ്പെടേണ്ടതുണ്ട്. 2 പേരുടെ മരണം സംഭവിച്ചിരിക്കുന്നു. പാപ്പനംകോടാണ് ഈ അപകടം. അഗ്നിശമന സേനയുടെ അംഗങ്ങളെത്തി തീ കെടുത്തി. പക്ഷേ വലിയ തോതിൽ പുക ഉയരുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. പക്ഷേ എങ്ങനെയാണ് ഈ ഒരു അപകടം എന്നതാണ് ഇപ്പോഴും സംശയമായി അവശേഷിക്കുന്നത്. സ്വാഭാവികമായി ഉണ്ടായ അപകടമാണോ, ഇനി അതല്ല മറ്റേതെങ്കിലും തരത്തിലെ അപകടമാണോ എന്ന കാര്യമടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ടല്ലോ. തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല. 2 മരണമാണ് സ്ഥിരീകരിക്കപ്പെടുന്നത്. തീപിടുത്തത്തിൽ 2 സ്ത്രീകൾ മരിച്ചു എന്നുള്ളതാണ്. ഓക്കെ, നമ്മോടൊപ്പം അവിടുത്തെ പ്രദേശവാസികൾ ഒരാളുണ്ട്. കേൾക്കാമോ താങ്കൾക്ക്? ഹലോ. പിന്നെ ഇത് ഒരു മണിക്കൂറിന് മുമ്പ് പെട്ടെന്ന് ഇങ്ങനെ ഒരു പൊട്ടിത്തെറി സൗണ്ട് കേട്ടു. ഈ ഗ്ലാസ് അതിൽ വെച്ചിരുന്ന ഗ്ലാസ് ഒക്കെ പൊട്ടി താഴെ വീണ് പെട്ടെന്നൊരു പുകയും ഒരു വിഷയം ഉണ്ടായി. അപ്പോഴ് ഇതിനകത്ത് ആളുള്ളതായിട്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇൻഷുറൻസിന്റെ ഒരു കമ്പനി ഏജൻസി നടത്തുന്നതാണ്. ഒരു കുട്ടി മാത്രമേ എപ്പോഴും അവിടെ ഇരിക്കാറുള്ളൂ. ഒരു ജീവനക്കാരിയുള്ളൂ അല്ലേ? ഒരു ജീവനക്കാരിയുള്ളൂ. അത് ഈ പാപ്പനംകോട് ശ്രീരാമൻ കല്യാണ മണ്ഡപത്തിന്റെ താഴെയാണ് അത് താമസിക്കുന്നത്. ചേട്ടന്റെ പേരെന്ന് പറയാമോ ആദ്യം? ഞാനിത് ശരിക്കും കണ്ടതല്ല, ഇവിടെ വന്നപ്പോഴത്തെ അറിഞ്ഞുള്ള ഇതാണ്. ഞാൻ എന്റെ ബാക്കിലാണ് താമസിക്കുന്നത്. ഓക്കെ, ചേട്ടന്റെ പേര്? ശ്രീകുമാർ. ശ്രീകുമാർ, താങ്കൾ ഈ അവിടെ തൊട്ട് ചേർന്ന് ടയർ കട വല്ലതും ഉണ്ടായിരുന്നോ? ഇല്ല, ടയർ കടയൊന്നുമില്ല. അതിന്റെ അടുത്ത് വിശ്വാസം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മെഡിക്കൽ സ്റ്റോർ ഉണ്ട്. ഓക്കെ. പിന്നെ ഒരു ദേവി ബേക്കറി അതിന്റെ അടുത്തുണ്ട്. താഴെ ഒരു ഫാൻസി ഉണ്ട്. ഇതൊക്കെയാണ് ഇതിനകത്തുള്ളത്. ശരിക്കും പറയുകയാണെങ്കിൽ അടുത്തോട്ടൊന്നും വ്യാപിക്കാത്ത വലിയൊരു ഭാഗ്യമാണ്. ഇല്ലെങ്കിൽ എല്ലാം തൊട്ട് കുറെ പോയതിന്. ശ്രീകുമാർ, ഇത് മുകളിലത്തെ നിലയിലെ ഒറ്റ കളമുറിയിൽ മാത്രമല്ലേ തീപിടുത്തം ഉണ്ടായത്? ഒറ്റ മുറിയിൽ രണ്ടാമത്തെ നില ന്യൂ ഇന്ത്യ ഇൻഷുറൻസ് അറ്റ്. ഈ ജീവനക്കാരിയെ പരിചയമുള്ളതാണോ? കുട്ടി എപ്പോഴും കാണുന്നത് തന്നെ. ഞാൻ നമ്മളെ അതിന്റെ അടുത്ത് താമസിക്കുന്നു. ഞാൻ പഴയ പഞ്ചായത്ത് മെമ്പറാണ്. ഓക്കെ, എവിടെയുള്ള ഏത് സ്വദേശിനിയാണ് എന്ന് അറിയാൻ കഴിയുമോ? അതറിയില്ല. അവര് വാടകയ്ക്ക് താമസിക്കുന്നതാണ്. അതറിയില്ല. പാപ്പനംകോട് തന്നെ. പിന്നെ വേറൊരാളെ ഇൻഷുറൻസ് ശരിയാക്കാൻ വന്ന ഒരു ലേഡി, അവരും ആ സമയത്ത് അതിൽ പെട്ടുപോയി. ഇത് അറിയാവുന്ന ആളുടെ ഉടമസ്ഥതയിലുള്ള കെട്ടിടമാണ്. അതിന്റെ ഒരു കാലപ്പഴക്കം അറിയാൻ വേണ്ടിയിട്ടാണ്. ഇതിന്റെ അടുത്ത് ഉള്ള ഒരു ആളുടെ ഇത് തന്നെ, ബിൽഡിംഗ് തന്നെ. ഒരു മുറിയല്ലേ, ഒറ്റ മുറിയാണ്. ഒറ്റ മുറി. അവിടെ ഒരു തീപിടുത്തം അങ്ങനെ ഉണ്ടാകാനുള്ള സാഹചര്യം താങ്കൾക്ക് എന്താ തോന്നുന്നത്? ഷോർട്ട് സർക്യൂട്ട് അങ്ങനെ എന്തെങ്കിലും? ഇല്ല, അത് പറയാൻ നോക്കില്ല. എന്നാൽ അതിന് ഈ സംഭവം നടക്കുന്നതിന് ഒരു അരമണിക്കൂറിന് മുമ്പ് അതിനകത്ത് ഒരാൾ വന്ന് സംസാരിച്ച് ഇഷ്യൂ എന്തായെന്നൊക്കെ പറയണം. അത് വേറെ റിലേറ്റീവ് ആണോ ഇനി വേറെ ആരെങ്കിലും ആണോ എന്താണെന്നൊന്നും അതിനെക്കുറിച്ച് നമുക്ക് വ്യക്തമായിട്ടൊരു ധാരണയില്ല.
അവിടെ ഒരു ബഹളം നടക്കുന്നതായിട്ട് തൊട്ടടുത്ത് ഉള്ള കടയരൊക്കെ പറയുന്നു. ഇങ്ങനെ എന്താണ് എന്നെ സംബന്ധിച്ച് വല്ല ആനോ ഒന്നും അറിയില്ല. അതായത് ആ ജീവനക്കാരിയുടെ അടുത്തോ? ആ, ജീവനക്കാരിയോട് ഒരാൾ വന്ന് ബഹളം വെച്ചു. ബഹളം വെച്ചു. അത് കഴിഞ്ഞ് ഒരു അരമണിക്കൂർ എന്തോ കഴിഞ്ഞപ്പോഴാണ് ഈ സംഭവം നടക്കണമെന്നാണ് കൂടെ അന്വേഷിച്ചപ്പോ മനസ്സിലായത്. ജീവനക്കാരി കുടുംബമായിട്ട് താമസിക്കുന്നതാണ് അവിടെ പാപ്പനംകോട്? അതെ അതെ, അവര് ഫാമിലി ആയിട്ട് അവര് എല്ലാവരും ഉണ്ട്. ഫാമിലി ആയിട്ട് താമസിക്കുന്നത്. ആ ദിക്കുവലിക്കളം വെള്ളാണി ദേവി എന്നിരിക്കും ദിക്കുവലിക്കളത്തിന്റെ അടുത്താണ് അവര് താമസിക്കുന്നത് ഇപ്പോഴും നിലവില്. ഓക്കെ, അപ്പോ ഈ അരമണിക്കൂർ മുമ്പ് പറഞ്ഞോളൂ. കൂടുതലായിട്ട് നമുക്ക് അതിന്റെ വ്യക്തമായിട്ടൊരു ധാരണ ഇതുവരെ കിട്ടിയില്ല. പോലീസൊക്കെ കൊണ്ട് പഞ്ചായത്തിന്റെ ആൾക്കാർ വന്ന് അവര് ആംബുലൻസിന് മറ്റേ അവർ രണ്ടുപേരെ കൊണ്ടുപോയി കരിഞ്ഞ നിലയിലാണ് ബോഡി. രണ്ടുപേരും പൂർണ്ണമായും കരിഞ്ഞ നിലയിലാണ്. ആ, അതെ അതെ അതെ. ഈ ഓഫീസിനുള്ളിൽ എപ്പോഴെങ്കിലും കയറി ചെന്നിട്ടുണ്ടോ, പോയിട്ടുണ്ടോ അതിന്റെ ഉള്ളിൽ? ഇല്ല, അങ്ങനെയുള്ള ഇതൊന്നുമില്ല. അതല്ല ഞാൻ ചോദിച്ചത്, ആ ഓഫീസിനുള്ളിൽ ശ്രീകുമാർ എപ്പോഴെങ്കിലും കടന്നു അതിന്റെ ഉള്ളിൽ എങ്ങനെയാണ്, നിറയെ കടലാസുകളാണോ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മളൊക്കെ ഇൻഷുറൻസിന്റെ പേപ്പർസൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. അവിടെയാണ് ചെയ്യുന്നത് അല്ലേ? വന്നിട്ടുണ്ട്. അതിനകത്ത് ഒരു റൂം എന്നാണ് ഒരു 8-10 റൂം, ഒരൊറ്റ റൂം. അതിനകത്താണ് സംവിധാനങ്ങളൊക്കെ ഇരിക്കുന്നത്. AC-യുടെ ഒക്കെ വെച്ചിരിക്കുന്നത്. എയർ കണ്ടീഷൻഡ് റൂമാണോ? എയർ കണ്ടീഷൻഡ് ആണ്? അതെ അതെ, എയർ കണ്ടീഷൻഡ് റൂമാണ്. ഓക്കെ, ഒറ്റ ജീവനക്കാരി മാത്രമേ ഉള്ളൂ? അതെ 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 അതെ. ശരി, അപ്പോൾ അങ്ങനെ ഒരു അട്ടിമറി, ഒരു അപകട ഭീഷണി സാധ്യത ഇല്ല അല്ലേ? അതൊന്നും ഇപ്പൊ നമുക്ക് പ്രതീക്ഷിക്കാൻ ഒക്കൂല. ഇനിയിപ്പോ അങ്ങോട്ട് പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. ഇനിയിപ്പോ എന്താണെന്ന് നമുക്ക് വ്യക്തമായിട്ട് പറയാൻ നമുക്കും സാധിക്കില്ല. ഈ തീപിടുത്തം ഉണ്ടായി അപ്പോൾ തന്നെ അത് തീ അണയ്ക്കാൻ സാധിച്ചിരുന്നോ, ശ്രമിക്കാൻ? അല്ല, അത് ഫയർഫോഴ്സ് വരാനായിട്ട് ഇത്തിരി താമസം ഉണ്ടായി. ഒരു 10-15 മിനിറ്റ് താമസം എടുത്തു അവര് വരാൻ. അതിന്റെ ഒരു ഇതും കൂടെ പറയുന്നുണ്ട്. അവര് വരാനും താമസിച്ചെന്നും പറയുന്നുണ്ട്. അല്ല, നമ്മൾ നാട്ടുകാർക്ക് ഒന്നും ചെയ്യാൻ കഴിയുമായിരുന്നില്ല അല്ലേ? ഇല്ല, അങ്ങനെ ഇത് റൂം ഗ്ലാസിട്ട റൂമല്ലേ, അടച്ചിട്ടിരിക്കുന്ന റൂമല്ലേ. ഇത് ഡോർ തള്ളി വണ്ടി തുറന്നകത്ത് കയറാൻ. അതാണ്. അപ്പൊ ആരും പെട്ടെന്നൊന്നും അകത്ത്, പ്രത്യേകിച്ച് ഇതിങ്ങനെ ഒരു ഇടുങ്ങിയ സ്ഥലമാണ്. പഠിക്കന്റെ സ്റ്റെയർ എല്ലായിടത്തേനെ കയറുന്നത് ഇടുങ്ങിയ ഒരു സ്റ്റെയറാണ്. ഒരാൾ കയറിയാൽ തിരിച്ചൊരാളിനെ ഇറങ്ങാൻ നോക്കില്ല. അങ്ങനെയുള്ള ഇതാണ്. അപ്പൊ ഈ ഗ്ലാസ് പൊട്ടിത്തെറിച്ച് താഴേക്ക് വീഴപ്പോഴാണ് അറിഞ്ഞത്? അതെ അതെ, അപ്പോഴാണ് ആൾക്കാർ അറിയുന്നത്. പുകയും ഒക്കെ ആയിട്ട് ഭയങ്കര ഒരു ഭീകര അവസ്ഥ പോലെ. ആരും അതിനകത്ത് കാണാൻ നോക്കില്ല. അങ്ങനെയാണ്. ഫയർഫോഴ്സ് എത്തിയപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞോ? ഫയർഫോഴ്സിന്റെ അവർക്കറിയായിരിക്കാം. ഏത് യൂണിറ്റ്, എവിടെ നിന്നാണ് ഫയർഫോഴ്സ് വരുന്നത്? ടൗണിൽ നിന്ന് തന്നെയല്ലേ? ട്രിവാൻഡ്രം ചെങ്കൽ ചൂളയിൽ നിന്ന്. അപ്പൊ തന്നെ അറിയിച്ചിരുന്നില്ലേ നമ്മൾ? അറിഞ്ഞുടനെ അടുത്തുള്ളവരൊക്കെ വിളിച്ച് പറഞ്ഞു. അപ്പൊ വരാൻ ഒരു 10-15 മിനിറ്റ് വൈകി. സാറിനെ വിളിച്ചു പറഞ്ഞാൽ അവിടെ ട്രാഫിക് നോക്കിനിടയിൽ എത്തണമെങ്കിൽ അരമണിക്കൂർ കൂടുതലാവും. എങ്കിലും ഫയർഫോഴ്സ് എടുക്കുമ്പോൾ ഒരു 10-15 മിനിറ്റ് ആവും. അത് ഒരു 10 മിനിറ്റ് വൈകി അവര് വരാനും. ഓക്കെ, പകൽ സമയം കൂടിയാണല്ലോ. ഓക്കെ, അപ്പൊ എന്താണെങ്കിലും അതിൽ മറ്റൊരു ആളില്ല എന്ന് ഉറപ്പിക്കാമല്ലോ അല്ലേ? ഇതോ മൂന്നാമതൊരാളില്ല എന്ന് നമുക്ക് ഉറപ്പിക്കാമല്ലോ. അതുകൂടെ കേട്ടില്ല, ഭയങ്കര ബഹളാണ് കേട്ടോ. മൂന്നാമതൊരാൾ കൂടി ഇല്ല എന്ന് നമുക്ക് ഉറപ്പിക്കാമല്ലോ അല്ലേ ശ്രീകുമാർ? അല്ല, നിലവിലെ ഇരിക്കുന്ന ഒരു കുട്ടി സ്റ്റാഫാണ്. മറ്റേ ആള് ഇൻഷുറൻസ് ശരിയാക്കാമെന്ന ഒരു ലേഡിയാണ്. മറ്റേതും ലേഡിയാണെന്ന് സ്ഥിരീകരിക്കാം അല്ലേ? ഓക്കെ. ശ്രീകുമാർ പ്രദേശവാസിയാണ് പ്രതികരിച്ചത്. അദ്ദേഹമാണ് കൂടുതൽ വിവരങ്ങൾ നമുക്ക് പങ്കുവച്ചത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അതൊരു ഇൻഷുറൻസ് ഓഫീസാണ്. ആ ഇൻഷുറൻസ് ഓഫീസ് പ്രവർത്തിക്കുന്നത് പാപ്പനംകോട് ജംഗ്ഷനിൽ ആ വിശ്വാസ് എന്ന മെഡിക്കൽ സ്റ്റോറിന് സമീപം മുകളിലത്തെ നിലയിലാണ്. ഇടുങ്ങിയ സ്റ്റെയറാണ്. അരമണിക്കൂർ മുമ്പ് അവിടെ ഒരാൾ വന്ന് ബഹളം വെച്ചു എന്നുള്ള ഒരു അഭ്യൂഹം അതും ഉണ്ട്. അതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. അവിടെ വലിയ തോതിൽ ജനങ്ങളുണ്ട്. പോലീസ് നിയന്ത്രിക്കുന്നു. ആ കാണുന്ന കെട്ടിടത്തിലാണ്, ഏറ്റവും മുകളിൽ കാണുന്ന കെട്ടിടത്തിലാണ് തീപിടുത്തം ഉണ്ടായത്. അതൊരു ചില്ലിട്ടടച്ച എയർ കണ്ടീഷൻ ചെയ്ത ഇൻഷുറൻസ് ഓഫീസാണ്. ഒരു ജീവനക്കാരി മാത്രമാണ് അതിലുണ്ടായിരുന്നത്. നമുക്ക് ലഭ്യമാകുന്ന വിവരം വെച്ചത് വൈഷ്ണ എന്നാണ് പേര്, 34 വയസ്സ്. നേരത്തെ
മുതൽ അവർ തന്നെയാണ് അവിടെ ഉണ്ടായിരുന്നത്. വാടകയ്ക്ക് താമസിക്കുന്ന ആളാണ്. ഏത് സ്വദേശിനിയാണ് എന്നുള്ള കാര്യത്തിൽ ഈ തൊട്ടടുത്ത് താമസിക്കുന്ന തൊട്ടുപിറകിൽ താമസിക്കുന്ന ശ്രീകുമാറിന് ഒരു വ്യക്തതയില്ല. പക്ഷേ ഇൻഷുറൻസ് കാര്യങ്ങൾ ഉൾപ്പെടെ ചെയ്യാൻ വേണ്ടി ഓഫീസിൽ കയറാറുണ്ട്, പോകാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു ചെറിയ മുറി, അതിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ളതിൽ അവ്യക്തതയുണ്ട്. പ്രധാനപ്പെട്ട ഒരു കാര്യം, അരമണിക്കൂർ മുമ്പ് അവിടെ ആരോ വന്ന് ബഹളം വെച്ചു എന്ന് പറയപ്പെടുന്നു. അതും സ്ഥിരീകരിക്കാൻ കഴിയില്ല. അതിൻ്റെ വിവരങ്ങളൊക്കെ പോലീസാണ് പങ്കുവയ്ക്കേണ്ടത്. പക്ഷേ അപ്പോൾ പോലും അങ്ങനെയൊരു സാഹചര്യം ഉണ്ട് എന്നുള്ളതാണ് പ്രദേശവാസികളും തൊട്ടടുത്തുള്ള കടക്കാരും ഒക്കെ പറയുന്നത്. നമുക്ക് കാണാൻ കഴിയുന്നവിടെ ന്യൂ ഇന്ത്യ അഷുറൻസ് ലിമിറ്റഡിൻ്റെ ബോർഡുണ്ട്. ന്യൂ ഇന്ത്യ അഷുറൻസ് ലിമിറ്റഡിൻ്റെ ഓഫീസാണ്. ആ സ്റ്റെയർ കയറിയാണ് മുകളിലേക്ക് എത്തുക. അവിടെ ഇപ്പോൾ പോലീസിൻ്റെയും ഫയർഫോഴ്സിൻ്റെയും ടീം പരിശോധന നടത്തുന്നു. മറ്റ് സാഹചര്യങ്ങളുണ്ടോ, സാധ്യതകളുണ്ടോ എന്നുള്ള പരിശോധനയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്താണെങ്കിലും ഞെട്ടിപ്പിക്കുന്നതാണ്. തിരുവനന്തപുരം നഗരത്തിൽ വി വിനോദ് അവിടെ തത്സമയം ചേരുന്നുണ്ട്. വിനോദ്, നമ്മൾ ഇപ്പോൾ ആ പ്രദേശവാസിയെ സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട്, അതിനെപ്പറ്റി ഒന്ന് അന്വേഷിക്കണം. നേരത്തെ അവിടെ ഒരു അരമണിക്കൂർ മുമ്പ് ഈ സംഭവം ഉണ്ടാകുന്നതിന് അരമണിക്കൂർ മുമ്പ് ഒരാൾ വന്ന് ബഹളം വെക്കുകയും അത്തരത്തിൽ വലിയ ബഹളം കേട്ടു എന്ന് അവരെല്ലാവരും പറയുന്നു. അതിനെപ്പറ്റി അന്വേഷിക്കുക. മാത്രമല്ല, ഈ അപകടത്തിന്റെ ആദ്യ കാരണം എന്നുള്ളത് എന്തെങ്കിലും ഫയർഫോഴ്സ് എന്തെങ്കിലും വ്യക്തത നൽകുന്നുണ്ടോ? എൽദോ, നമ്മളിപ്പോൾ ഈ ദൃശ്യത്തിൽ കാണുന്നതാണ് അപകടം നടന്ന സ്ഥാപനം. ന്യൂ ഇന്ത്യ ഇൻഷുറൻസ് കമ്പനി ലിമിറ്റഡ്, അവരുടെ ഒരു ശാഖയാണ് ഇവിടെ പ്രവർത്തിച്ചത്. ഈ ശാഖയാണ് ഇവിടെ പ്രവർത്തിച്ചത്. ഇവിടെ ഉണ്ടായിരുന്ന ഒരു ജീവനക്കാരിയും അതോടൊപ്പം തന്നെ ഇവിടേക്ക് എത്തിയ കസ്റ്റമറും, ഈ രണ്ടു പേരാണ് മരിച്ചിട്ടുള്ളത്. ഈ മരിച്ച കസ്റ്റമർ ആരാണ് എന്നതിൽ വ്യക്തത വന്നിട്ടില്ല. നമുക്ക് പ്രതികരണം എടുക്കേണ്ടതുണ്ട്. സിറ്റി പോലീസ് കമ്മീഷണർ അതെല്ലാം അവിടെ സിറ്റുവേഷൻ അനുസരിച്ച് ബാക്കി നോക്കാം എന്താണ് സംഭവിച്ചത്. അറിഞ്ഞോ ഇപ്പോൾ സിറ്റി പോലീസ് കമ്മീഷണർ സ്പർജൻ കുമാർ ഉൾപ്പെടെയുള്ളവർ ഇവിടെ സ്ഥലത്തെത്തി കാര്യങ്ങൾ വിലയിരുത്തിയിട്ടുണ്ട്. എന്താണ് സംഭവിച്ചത്, ഈ AC പൊട്ടിത്തെറിച്ചത്, അതിൽ AC തീപിടുത്തമുണ്ടായി, അത് പൊട്ടിത്തെറിച്ചതാണോ, മറ്റെന്തെങ്കിലും തരത്തിലുള്ള അട്ടിമറി സാധ്യത, അതിന്റെ സാഹചര്യം, ഇതെല്ലാം തന്നെ ഇപ്പോൾ പരിശോധിക്കുന്നുണ്ട്. ഏതായിരുന്നാലും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തി പരിശോധന നടത്തുന്നുണ്ട്. വൈഷ്ണ ഈ സ്ഥാപനത്തിലെ ജീവനക്കാരിയാണ്. 32 വയസ്സ് ആണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ വൈഷ്ണയാണ് മരിച്ചതിൽ ഒരാൾ. മറ്റൊരാൾ ഈ സ്ഥാപനത്തിലേക്ക് എത്തിയ ആളാണ്. അത് ആരാണെന്നുള്ളത് ഇതുവരെ തിരിച്ചറിയാനായിട്ടില്ല. 95% ശരീരത്തിൽ പൊള്ളലേറ്റ നിലയിലായിരുന്നു. തൊട്ട് ചേർന്ന് തന്നെ മറ്റ് സ്ഥാപനങ്ങൾ കൂടിയുണ്ട്. ഒരു ഫാൻസി സ്റ്റോറുണ്ട്, അതോടൊപ്പം തന്നെ എയർടെല്ലിന്റെ ഒരു ഷോറൂമുണ്ട്, ബേക്കറിയുണ്ട്, തൊട്ടടുത്ത് തന്നെ മെഡിക്കൽ സ്റ്റോർ. ഈ കെട്ടിടവുമായി ചേർന്ന് നിരവധി സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. പാപ്പനാങ്കോട് ടൗണിലാണ്, പാപ്പനാങ്കോട് ജംഗ്ഷനിൽ തന്നെയാണ് ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നത്. നിരവധി സ്ഥാപനങ്ങൾ നിരനിരയായി പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ മറ്റിടങ്ങളിലേക്ക് തീ പടർന്നില്ല. അത് വലിയ ഒരു ആശ്വാസമായി, അല്ലെങ്കിൽ വലിയ അപകടം സംഭവിക്കുമായിരുന്നു. പകൽ നേരത്താണ് ഇതിപ്പോൾ, ഏതാണ്ട് 1 മണിക്കൂർ മുൻപാണ് ഈ അപകടം സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ശ്രദ്ധയിൽപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി. പക്ഷേ നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാകും എത്രമാത്രം ഭീകരമായ ഒരു സ്ഫോടനമാണ് ഇതിനുള്ളിൽ നടന്നതെന്ന്. വലിയ ശബ്ദം കേട്ടുവെന്ന് അടുത്തുണ്ടായിരുന്നവർ പറയുന്നുണ്ട്. വലിയ ശബ്ദം കേട്ടു. ഈ പൊട്ടിത്തെറിയുടെ ആഘാതത്തിൽ തന്നെയാകണം ഈ മരണം, 2 മരണങ്ങളും സംഭവിച്ചത്. ഒരാൾ ജീവനക്കാരിയാണ്, മറ്റൊരാൾ ആരാണെന്ന് ഇതുവരെ തിരിച്ചറിയാനായിട്ടില്ല. എൽദോ, ാണ് മറ്റൊരാൾ ആരാണ് എന്നതിൽ ഒരു വ്യക്തതക്കുറവുണ്ട്. ഇപ്പോൾ അവിടെ പോലീസിന്റെ സംഘം, സിറ്റി പോലീസ് കമ്മീഷണർ ഉൾപ്പെടെ എത്തി അവിടെ പരിശോധന നടത്തി. അവിടെ എന്താണ് സാഹചര്യമെന്ന് വിലയിരുത്തി. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, 2 പേർക്ക് ദാരുണമായിട്ടുള്ള അന്ത്യം സംഭവിച്ചു എന്നുള്ളതാണ്. അതിൽ മറ്റൊരു അട്ടിമറി സാധ്യതയുണ്ടോ എന്നുള്ളത് പരിശോധിക്കും പോലീസാണ് അതിലൊരു വ്യക്തത നൽകേണ്ടത്. ഇപ്പോൾ പ്രദേശവാസികൾ സൂചിപ്പിച്ച കാര്യം മാത്രം ആവർത്തിച്ചു എന്ന് മാത്രം. അതായത് അവിടെ നേരത്തെ ഒരാൾ എത്തി ബഹളം വെച്ചിരുന്നു എന്നുള്ളത്. റൈറ്റ്. ഇപ്പോൾ ഫയർഫോഴ്സ് സ്റ്റേഷൻ ഓഫീസർ അനീഷ് ഇപ്പോൾ നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ അനീഷ്, അവിടെ നിന്നുള്ള യൂണിറ്റല്ലേ പോയത് പാപ്പനംകോടേക്ക്? ഹലോ സാർ, കേൾക്കാമോ? കേൾക്കാം. നമ്മുടെ യൂണിറ്റല്ലേ അങ്ങോട്ടേക്ക് പോയത്?
ഹലോ, നമ്മുടെ യൂണിറ്റ് അല്ലേ, അവിടെ നിന്നുള്ള യൂണിറ്റ് അല്ലേ അങ്ങോട്ട് പോയത്? ഫയർഫോഴ്സ് യൂണിറ്റ് ആണ് ആദ്യം അവിടെ എത്തിയത്. അവർ തരുന്ന റെസ്പോൺസ് എന്താണ്? എങ്ങനെ അപകടം സംഭവിച്ചു എന്നതിൽ ഒരു വ്യക്തതയുണ്ടോ? ആക്ച്വലി നമ്മളിപ്പോ അത് നോക്കിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഒരു പ്രാഥമികമായിട്ട് എക്സാക്റ്റ് ആയിട്ട് പറയാനായിട്ടില്ല. ഇനി ഫോറൻസിക്കിന്റെ കൂടെ നിഗമനം കിട്ടിയാൽ മാത്രമേ അത് നമുക്ക് സ്ഥിരീകരിച്ച് പറയാൻ വേണ്ടി പറ്റുകയുള്ളൂ. സാറിപ്പോ അവിടെ സ്പോട്ടിലുണ്ടോ? ഞാൻ സ്പോട്ടിലുണ്ടല്ലേ? ഓക്കെ. ഈ ഒരുപാട് പേപ്പറുകൾ അതൊക്കെ ഉണ്ടായിരുന്നോ? അതൊക്കെ അങ്ങനത്തെ ഒരു കാരണമാണോ അതോ? ഇല്ല, അത്ര ഒരുപാട് പേപ്പറുകളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ ഒരു AC, ഒരു ഫാന് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഒരു ഫയറിന്റെ ആക്സിഡന്റ് ഉണ്ടാക്കാൻ സാധ്യതയുള്ളതായിട്ട് അവിടെ ഉള്ളത്. അപ്പൊ ഒരു AC നിന്നുള്ള ബ്ലാസ്റ്റ് വേണമെങ്കിൽ ആവാം. അത് എത്രത്തോളം കൺഫേം ചെയ്ത് പറയാറായിട്ടില്ല. മേ ബി ആവാം. സർ, ഈ AC എന്നുള്ള ബ്ലാസ്റ്റ് അത്തരത്തിൽ വലിയ ബ്ലാസ്റ്റ് ആയി മാറാറുണ്ടോ? ഒരു സംശയം കൊണ്ടാണ്. AC എന്നുള്ളത് ആവാം, അത് ഉറപ്പായിട്ടും ആവാം. AC ഒക്കെ ബ്ലാസ്റ്റ് ആയി കഴിഞ്ഞാൽ ഒരു പക്ഷേ നല്ല രീതിയിൽ തന്നെ ഒരു ഫയറിന്റെ ഇനീഷ്യൽ സ്റ്റേജ് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് അവിടെ. പക്ഷെ അതിൽ നിന്നും ആ ഫയർ കണ്ടക്ട് ചെയ്ത് വേറൊരു പേപ്പറോ അല്ലെങ്കിൽ കത്ത് പിടിക്കാൻ സാധ്യതയുള്ള വസ്തുക്കൾ ഉണ്ടായാലല്ലേ അത് തീപിടുത്തമായി മാറുകയുള്ളൂ? ഫാൾ സീലിംഗും കാര്യങ്ങളൊക്കെ ഉള്ളൊരു കടയാണ്. അപ്പോൾ ഉറപ്പായിട്ടും നമുക്കത് തള്ളിക്കളയാൻ വേണ്ടി പറ്റില്ല. ഓക്കെ, അപ്പൊ പരിശോധന നടക്കുന്നേ ഉള്ളൂ അല്ലേ? പരിശോധന നടക്കുന്നതേ ഉള്ളൂ. ഈ രണ്ടുപേരുടെ മരണം അത് തീപിടുത്തിൽ തന്നെ അതോ പുക ശ്വസിച്ചാണോ? അത് ഇനിയിപ്പോ നമുക്ക് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ കാര്യങ്ങൾ കൂടി വരേണ്ടി വരും. ഒബ്വിയസ്ലി രണ്ടും കാരണമായിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. കാര്യം അവര് മൊത്തത്തിൽ പൊള്ളിയ അവസ്ഥയിലാണ് നമുക്ക് കിട്ടിയത്. കത്തിക്കരിഞ്ഞ നിലയിൽ തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോ രണ്ട് കാരണങ്ങളും ആവാനുള്ള സാധ്യതകളുണ്ട്. റൈറ്റ്. ഓക്കെ, താങ്ക് യു സോ മച്ച് സാർ. എന്തായാലും സ്പോട്ടിലാണല്ലോ, നിങ്ങൾ തിരക്കിലായിരിക്കും എന്നറിയാം. എന്തായാലും സമയം പ്രതികരിച്ചതിന് ഒരുപാട് നന്ദി. ശ്രീ അനീഷാണ്, സ്റ്റേഷൻ ഓഫീസറാണ്, ഫയർഫോഴ്സ് സിറ്റി സ്റ്റേഷനിലെ ഓഫീസറാണ്. അദ്ദേഹമാണ് പ്രതികരിച്ചത്. വിനോദ് തുടരുന്നുണ്ട്. വിനോദ്, ഇപ്പോൾ അദ്ദേഹം സൂചിപ്പിക്കുന്നത് ഒരു പക്ഷേ ഒരു AC-യുടെ ബ്ലാസ്റ്റ് ആകാമെന്നുള്ളത്. അദ്ദേഹം സ്പോട്ടിൽ ഉണ്ടായെന്നും പറയുന്നുണ്ട്. അനീഷ് അവിടെ ഉണ്ടെന്ന് പറയുന്നു, സ്റ്റേഷൻ ഓഫീസർ. എന്നാലും വിനോദിനൊപ്പം പ്രദേശവാസികളോ ദൃക്സാക്ഷികൾ ഉണ്ടെന്ന് തോന്നുന്നു. അവരുടെ പ്രതികരണം എന്താണ്? ശ്രീജിത്ത് എന്നൊരു പ്രദേശവാസിയാണ് നമുക്കൊപ്പം ചേരുന്നത്. ശ്രീജിത്ത്, എന്താണ് സംഭവിച്ചത്? ശ്രീജിത്ത് ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നു? ഇത് തൊട്ടടുത്തുള്ള ഒരു കടക്കാരനാണ് വിളിച്ച് പറയുന്നത്. കാരണം അവിടെ ഒരു തീ എത്തുന്നതിന്റെ ഒരു പൊട്ടിയ ഒരു സൗണ്ട് കേട്ടപ്പോഴത്തേക്കാണ് പുള്ളി എന്നെ വിളിച്ച് പറഞ്ഞത്. അപ്പൊ അതിന്റെ ഇതിൽ വന്നപ്പോൾ നല്ലൊരു തീ എത്തുകയും ചെയ്തു. പെട്ടെന്ന് തന്നെ എല്ലാ ആൾക്കാരെല്ലാം കൂടുകയും ചെയ്തു. ഇപ്പൊ രണ്ടുപേരാണ് അതിനകത്തുണ്ടായിരുന്നത്. ഒരു സ്ത്രീയാണ് അവിടെ സ്ഥിരമായി ഇൻഷുറൻസിന്റെ സ്റ്റാഫായിട്ടുള്ള ഒരു സ്ത്രീയാണ് അവിടെ ഉണ്ടായിരുന്നത്. സ്ത്രീയെയും നമ്മൾ ഇറക്കാൻ നേരത്ത് നമ്മളുണ്ടായിരുന്നു, പിടിച്ചിറക്കുന്ന സമയത്ത് ഉണ്ടായിരുന്നു. രണ്ടുപേരും കത്തിക്കരിഞ്ഞ ഫുള്ളും മുഴുവനും കത്തിക്കരിഞ്ഞ അവസ്ഥയിലായിരുന്നു. രണ്ടുപേരാണ്. രണ്ടാമത്തെ ആളാരാണെന്ന് മനസ്സിലായിട്ടുണ്ട്? രണ്ടാമത്തെ ആള് പോലീസ് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലൈന്റ് ആണെന്നാണ് പറയുന്നത്. വേറൊരാൾ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരാൾ കയറി പോകുന്ന കണ്ടു, ഒരാണെന്ന് പറയുന്ന കണ്ടു. അപ്പൊ രണ്ടും ക്ലിയർ ആയിട്ട് നമുക്ക് വ്യക്തമല്ല, കാരണം ബോഡി മുഴുവനും കത്തിക്കരിഞ്ഞ അവസ്ഥ. രണ്ടാമത്തെ ആള് സ്ത്രീയാണോ പുരുഷനാണോ എന്ന് അറിയില്ല. രണ്ടാമത്തെ ആള് കാരണം കുറച്ച് അത്യാവശ്യം സൈസുള്ളൊരു ശരീരമായിരുന്നു. കാരണം അത് പൊതിഞ്ഞെടുത്തപ്പോഴത്തേക്കുള്ള സൈസാണോ അല്ലാത്തയാണോന്ന് അറിയില്ല. രണ്ടും നല്ല മുഴുവനും കത്തിക്കരിഞ്ഞ അവസ്ഥയിലായിരുന്നു. ഇത് എത്ര നാളുകൊണ്ട് ഈ സ്ഥാപനം ഇവിടെ പ്രവർത്തിക്കുന്നു? സ്ഥാപനം കുറെ വർഷങ്ങളുണ്ട്. ജീവനക്കാരി കുറെ നാളായിട്ട് ഇല്ല, മാറിയാണ്. നമുക്ക് ഒരു 2-3 വർഷത്തിന് മുമ്പ് വേറെ സ്റ്റാഫായിരുന്നു. നമ്മൾ മുൻപ് ഇൻഷുറൻസ് എടുക്കാൻ വരുന്ന സമയത്ത് വേറെ സ്റ്റാഫൊക്കെ ആയിരുന്നു. പിന്നെ ഈ ഇരിക്കുന്ന ആളിനെ കണ്ടിട്ടുണ്ട്. താഴെ നമ്മൾ അതിനടുത്ത് തന്നെ താമസിക്കുന്നവരാണ്. ഇവിടെ ഒന്ന് ആരെങ്കിലും ബഹളം ഉണ്ടാക്കി അങ്ങനെ എന്തെങ്കിലും? ഇല്ല, അങ്ങനെ ബഹളമൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അപ്പൊ ആ കുട്ടിയുടെ സഹോദരൻ എന്ന് പറഞ്ഞ ഒരു പയ്യൻ വന്നിട്ടുണ്ടായിരുന്നു. രാവിലെ ആരെങ്കിലും വന്ന്? ഇല്ല, രാവിലെ ബഹളം ഉണ്ടാക്കിയതായിട്ടൊന്നും. നമ്മുടെ ഈ വാർഡിന്റെ കൌൺസിലർ, മേലാങ്കോടിന്റെ വാർഡിന്റെ കൌൺസിലർ കൂടി ചേരുന്നുണ്ട്. ഇത് എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ കഴിഞ്ഞു? ഇത് സംഭവിച്ചത് ഇത് ഷോർട്ട് സർക്യൂട്ട് ആയിരിക്കും. അതിനാണ് ചാൻസ് കൂടുതൽ. പക്ഷെ ഇവിടെ ഒരു സ്റ്റാഫ് ഉണ്ട്, പിന്നെ കൂടെ ഒരാളും കൂടെ ഉണ്ടായിരുന്നു. പക്ഷെ അത് ആ ആളിനെ തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല അതാരാണെന്ന്. ഇവിടെ ഇരിക്കുന്ന ഒരു കുട്ടി 7 വർഷമായിട്ട് ഇവിടെ ഇരിക്കുന്ന കുട്ടിയാണ്. ഒരു വൈഷ്ണവ് എന്നാണ് പേര്, 34 വയസ്സുള്ള. എനിക്ക് അറിയാം, നമ്മൾ കണ്ട് പരിചയമുള്ള ഒരു കുട്ടിയായിരുന്നു. പിന്നെ എന്താണ് സമീപത്ത് താമസിക്കുന്ന ആളാണോ? ഇവിടെ അടുത്ത് സമീപത്ത് നമ്മുടെ പാപ്പനംകോട് ഭാഗത്തെ ലിക്കുബലി കളത്തിന് അടുത്തായിട്ട് താമസിക്കുന്ന കുട്ടിയാണ്. പൊട്ടിത്തെറിച്ചെന്നാണോ? അറിയില്ല, അത് ഇനിയിപ്പോ അതൊക്കെ നോക്കിയാലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. വലിയ ശബ്ദം കേട്ടു? ഒരുപാട് നല്ല ശബ്ദം കേട്ടു. അവർക്ക് അവിടെ നിന്ന് ഇറങ്ങി വരാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു. എനിക്ക് തോന്നുന്നു ഡോറൊക്കെ
അതായിരിക്കും പ്രശ്നം. ഗ്ലാസ് ഒക്കെ പൊട്ടിത്തെറിച്ചില്ലേ ഫ്രണ്ടിലുണ്ടായിരുന്നു? ഗ്ലാസ് എല്ലാം പൊട്ടിത്തെറിച്ച്. ഇപ്പൊ മുകളിൽ പോയി നോക്കിയപ്പോൾ ഫുൾ അവിടെ മൊത്തം ഗ്ലാസും അവിടെയുള്ള സാധനങ്ങളെല്ലാം കത്തിക്കരിഞ്ഞ നിലയിലാണ്. ഏതായാലും എൽദോ, ഇതിൽ വിശദമായ അന്വേഷണം വേണം. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു തീപിടുത്തം? അത് ഈ AC-യുമായി ബന്ധപ്പെട്ട് വലിയ ശബ്ദം കേട്ടു എന്ന് തന്നെയാണ് പറയുന്നത്. തൊട്ടടുത്തുള്ള കടയിലുള്ള ആളുകളെല്ലാം തന്നെ പറയുന്നത് വലിയ ശബ്ദം കേട്ടിരുന്നു എന്ന കാര്യമാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ AC പൊട്ടിത്തെറിച്ചെങ്കിൽ എന്തുകൊണ്ട് എന്നത് ആണ് പ്രധാനമായും. ശരി വിനോദ് അവിടെ തുടരുക. നമ്മൾ ഒരു ചെറിയ ഇടവേളയിലേക്ക് പോകേണ്ട സാഹചര്യം ആയതുകൊണ്ടാണ് തിരികെ എത്തുമ്പോൾ നമുക്ക് കൂടുതൽ വിശദമായ അതിലേക്ക് എത്താം. സ്പോട്ടിലേക്ക് വളരെ വേഗത്തിൽ ഇടവേളയിലേക്ക് പോകുന്നു. തിരികെ എത്താം വിനോദിലേക്ക് വീണ്ടും.